ഒരു ഒരു വൈകാരിക തലത്തിലേക്ക് നമ്മളെ ഏതെങ്കിലും ഒരു വീഡിയോ കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ ഒരു പാട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കഥ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കഥയിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. ഇപ്പോൾ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അർജൻ്റെ കേസ് തന്നെ എടുക്കാം. ഈ ഫുട്ബോളിൽ റെഫറിമാർ കമൻറ്റ് പറയുന്ന പോലെയാണ് പല ആൾക്കാരും അവിടെ ഇരുന്ന് കമൻറ്റ് പറയുന്നത്. വ്യക്തിപരമായിട്ട് എനിക്കത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒട്ടും ഇഷ്ടമല്ല. ഞാൻ വീട്ടിലും പറഞ്ഞിട്ടുണ്ടത്. ആ റിപ്പോർട്ടറിലായാലും അത് 24-ലായാലും അത് രണ്ടിൻ്റെതായ വ്യത്യാസം ഉണ്ടെന്നുള്ളത് വേറൊരു വശം. ഇൻഷുറൻസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അത് ക്ലെയിം ചെയ്തിരുന്നെങ്കിൽ 10-75 ലക്ഷം രൂപയുടെ മുകളിൽ കിട്ടിയേനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇന്നിപ്പം ഭയങ്കര വേദനയോടെയാണല്ലോ ഇരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജൻ്റെ കേസ് ഉണ്ടായപ്പോൾ തന്നെ ഞാൻ വീട്ടിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ മീഡിയയുടെ അമിതമായിട്ടുള്ള ഒരു കടന്നുകയറ്റം ഈ വിഷയത്തിൽ വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. മീഡിയ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ദ്രോഹം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എടുത്തു പറയാനുള്ള റിപ്പോർട്ടർ TV, അതേപോലെ 24, ഈ 2 ചാനലുകളിൽ എടുത്തു പറയാൻ പറ്റില്ല. രണ്ടും വൈകാരികമായ തലത്തിലാണ് നമ്മളെ പിടിച്ചിരുന്നത്. ഞാൻ പറയാൻ വന്നത് ആ വിഷയമല്ല, എന്നാലും ആ വിഷയമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർക്കൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു വൈകാരിക തലത്തിലേക്ക് നമ്മളെ ഏതെങ്കിലും ഒരു വീഡിയോ കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ ഒരു പാട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കഥ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കഥയിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. ഒരുപക്ഷെ സന്തോഷം ഉണർത്തുന്നതാവാം, സങ്കടം ഉണർത്തുന്നതാവാം, ദേഷ്യം ഉണ്ടാക്കുന്നതാവാം. കൂടുതലും സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരെയും കുറച്ച് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത്തരം കാഴ്ചകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇരുന്നിങ്ങനെ കാണുന്നൊരു സ്വഭാവം നമ്മൾ മനുഷ്യ മനസ്സിനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം അത്തരം വൈകാരിക തലങ്ങളെ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് 24-ഉം റിപ്പോർട്ടർ TVയും നമ്മളെയൊക്കെ മുതലെടുക്കുന്നതായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അർജൻ്റെ കേസ് തന്നെ എടുക്കാം. ഈ ഫുട്ബോളിൽ റെഫറിമാർ കമൻറ്റ് പറയുന്ന പോലെയാണ് പല ആൾക്കാരും അവിടെ ഇരുന്ന് കമൻറ്റ് പറയുന്നത്. വ്യക്തിപരമായിട്ട് എനിക്കത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒട്ടും ഇഷ്ടമല്ല. ഞാൻ വീട്ടിലും പറഞ്ഞിട്ടുണ്ടത്. ആ റിപ്പോർട്ടറിലായാലും അത് 24-ലായാലും അത് രണ്ടിൻ്റെതായ വ്യത്യാസം ഉണ്ടെന്നുള്ളത് വേറൊരു വശം. ഓക്കെ, ഇനി നമുക്ക് മനാഫിൻ്റെ വിഷയത്തിലോട്ട് വരാം. മനാഫ് അർജൻ്റെ കുടുംബം അല്ലേ. അപ്പം ഈ മനാഫ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അർജൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അർജൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടി അത് വീട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യത്രേ ഉള്ളൂ, മനാഫ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോറിയുടെ ക്യാബിനില്ലേ, അതൊന്ന് ഇൻഷുറൻസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അത് ക്ലെയിം ചെയ്തിരുന്നെങ്കിൽ 10-75 ലക്ഷം രൂപയുടെ മുകളിൽ കിട്ടിയേനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ 75 ലക്ഷം രൂപയാവാം, ചിലപ്പോൾ അതിൽ താഴെ ആവാം, എന്തായാലും ഒരു എമൗണ്ട് കിട്ടിയേനെ. അതുപോലും വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ അർജുന് വേണ്ടി മനാഫ് ഇറങ്ങിയത്. അതൊരു നല്ല കാര്യം. അതിനെ ജനങ്ങളെല്ലാവരും പിന്നെ എടുത്തു. കുറേ പേര് സ്വീകരണങ്ങൾ കൊടുക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്നു. ചിലപ്പോൾ ചില ആൾക്കാർ പൈസ കൊടുക്കുന്നു. അതൊക്കെ നമ്മൾ ഈ മീഡിയയിൽ 2-3 ദിവസം നിങ്ങളെല്ലാം അറിഞ്ഞ കാര്യം തന്നെയാണ് ഞാനും ഈ പറഞ്ഞത്. പക്ഷെ അർജൻ്റെ ഫാമിലി കാണിച്ചത് ശുദ്ധ തെണ്ടിത്തരല്ലേ. അവരുടെ ആ ഒരു ബോഡി, അനിയൻ്റെ ബോഡി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബോഡി, മോൻ്റെ ബോഡി കിട്ടുന്നില്ല എന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അവർക്ക് ഒരു ആശ്വാസമായിട്ട് മനാഫ് എത്തി. ഈശ്വർ മാൽപ്പയും കൂട്ടി ഡ്രഡ്ജർ മനുഷ്യരല്ലേ, ഡ്രഡ്ജർ ഇറക്കി ബോഡിയൊക്കെ കണ്ടുപിടിച്ച് അത് ഇവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അഹങ്കാരം. ഇവർക്കിപ്പം പിന്നെ മനാഫ് വലിയ കുറ്റവാളി, വലിയ പ്രശ്നക്കാരൻ. ശരിയായിരിക്കാം, മനാഫിൻ്റെ ചില വാക്കുകൾ അർജുൻ്റെ കുടുംബത്തെ വേദനിപ്പിക്കുന്നുണ്ടാവാം, ഇല്ലെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. മേ ബി ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ട്. ഞാനത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. ചിലപ്പോൾ മനാഫിൻ്റെ ചില വാക്കുകൾ, ചില കാര്യങ്ങൾ അർജുൻ്റെ കുടുംബത്തിന് ഒത്തുപോകാൻ പറ്റുന്നില്ലായിരിക്കാം. അത് അവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടാവാം. ഓക്കെ, എടാ അത് നേരിട്ട് പറഞ്ഞാൽ പോരെടാ. അല്ലേ, ഇവരൊക്കെ തമ്മിൽ നമ്മളെക്കാളും ബന്ധമുള്ള ആൾക്കാരല്ലേ. അർജുൻ്റെ ഓണർ എന്ന് പറയുമ്പം അർജുനായിട്ട് ഇത്ര ആത്മബന്ധമുള്ള ഒരാളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അർജുൻ്റെ കുടുംബമായിട്ട് ബന്ധം ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പം മനാഫ്ക, നിങ്ങൾ ചെയ്യുന്ന ഇന്ന കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ സ്വീകരണങ്ങൾ സ്വീകരിച്ചോ ഒക്കോ, പക്ഷേ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് സൂക്ഷിക്കണം.
നിങ്ങളുടെ ഇന്ന വാക്കുകൾ, ഇന്ന സംസാരം, ഇന്ന പ്രവർത്തനം ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്കത് വേദന ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ മനാഫിന് മനസ്സിലാവാത്ത മനുഷ്യനാ. അത് അവിടെ കൊണ്ട് തീർന്നില്ലേ? ഇത് മീഡിയയെ അറിയിച്ച്, പ്രസ് മീറ്റ് വിളിച്ച്, മീഡിയയെ അറിയിച്ച് ഉള്ള കണ്ട ആൾക്കാരുടെ മുഴുവൻ നെഗറ്റീവും പിടിച്ചു പറ്റി, അതുകൂടാതെ സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്ത് അതിൻ്റെ പേരിൽ നെഗറ്റീവും തെറിവിളിയും. എന്തിനാ നിങ്ങളിങ്ങനെ കാണിക്കുന്നത്? എന്തിനാ? എനിക്കറിയാൻ വയ്യ. ഞാൻ ചോദിക്കും, എന്തിനാ നിങ്ങളിങ്ങനെ കാണിക്കുന്നത്? ഇത് മരിച്ചു പോയിട്ടും ആ ചെറുപ്പക്കാരൊരു സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. മരിച്ചു പോയത് നല്ലൊരു മരണം ആ ചെറുപ്പക്കാരനെ കിട്ടിയില്ല. ലോറിയിൽ കിടന്ന് വെള്ളം കുടിച്ചാണ് അദ്ദേഹം മരിച്ചത്. എത്രയോ നാൾ അവിടെ കിടന്ന് ആ ശരീരം ചീഞ്ഞളിഞ്ഞ് അസ്ഥിപഞ്ജരമായിട്ടാണ് നമ്മളെല്ലാവരിലേക്കും അതെത്തിയത്. ശരിയല്ലേ? അങ്ങനെ അതിപ്പോൾ ശേഷക്രിയയും കഴിഞ്ഞു. എന്നിട്ടും അതിന് സമാധാനം ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് ആലോചിക്കുക, എന്തൊരു ലജ്ജാവഹമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ജസ്റ്റ് ഒന്നിരുന്ന് സംസാരിച്ചിരുന്ന കേസല്ലേ ഉള്ളൂ. അതിനെ മീഡിയനെ പറഞ്ഞ്, പ്രസ്സിനെ പറഞ്ഞ്, നമ്മളെല്ലാ ജനങ്ങളെയും അറിയിച്ച്, ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരുന്ന് പറയുന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അത് അപകടത്തിരുന്ന കേസല്ലേ ഉള്ളൂ. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിപ്പോയി. എന്തിൻ്റെ പേരിലും കേസ് കൊടുക്കരുതായിരുന്നു. ഇത്രയും ഈ പ്രസ് മീറ്റ് 2 കൂട്ടർ പ്രസ് മീറ്റ് മനാഫ് പ്രസ് മീറ്റ് വിളിച്ച് അർജുൻ്റെ ഫാമിലി വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ അർജുൻ്റെ ഫാമിലി പ്രസ് മീറ്റും വിളിച്ച് ഇത്രയും ഗുരുതര പ്രശ്നം ഉണ്ടാക്കാണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മനാഫായിട്ട് സംസാരിച്ച് തീർക്കാമായിരുന്നു. ഇനി തീരുന്നില്ലെങ്കിൽ നിയമ നടപടികളുണ്ടല്ലോ. ഇതിപ്പോൾ പ്രസ് മീറ്റ് വിളിച്ചിട്ടും പ്രസ് മീറ്റ് പോയിട്ട് ഇപ്പോൾ ആർക്കാ നെഗറ്റീവ് ഉണ്ടായത്? മറ്റേ മനാഫിനാണോ? അല്ല, അർജുനല്ലേ? അർജുൻ്റെ ഫാമിലിക്കല്ലേ? അർജുൻ്റെ ഫാമിലിക്കല്ലേ? ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് സീക്രട്ട് ഏജൻറ്റ് അർജുൻ്റെ ഫാമിലിയെ കാണാൻ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് അവർ കൊണ്ടുപോയിട്ട് പ്രസ് മീറ്റ് വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിവില്ലാത്തതുകൊണ്ട് അതിനെപ്പോൾ ഞാൻ പരാമർശിക്കുന്നില്ല. ഏതായാലും ഒതുക്കത്തിൽ തീരേണ്ട ഒരു കേസായിരുന്നു. ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കി എല്ലാവരുടെ നെഗറ്റീവ് പിടിച്ചു പറ്റി കിട്ടേണ്ട സപ്പോർട്ടിനെ കൂടെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. വളരെ മോശമായിപ്പോയി. ഓക്കെ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.